ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. നിന്നോന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്, അതായത് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ ആ കാഴ്ചയിലാണ് അത് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പം. അങ്ങനെ ഒരു ഇത്രയും മാറി അവർക്ക് ശല്യമില്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ വളരെ വലിയ വണ്ടി ഓടിക്കാനാണ് പറയുന്നത്. ഞങ്ങളെ കൊണ്ടുപോകാൻ ജയില് പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? അനീതിക്കെതിരെ ഞങ്ങളുടെ മെൻസ് അസോസിയേഷൻ എന്നും പുരുഷന്മാർക്കൊപ്പം അവിടെ വന്നില്ല പെണ്ണുങ്ങളെല്ലാം ചേർത്ത് വിളിക്കും നോയന്തുകളും. ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നോന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ, ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാത്ത കോടതി ഇലക്ഷൻ അല്ലേ. ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല ബോച്ച് ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ, ഒരു തന്ത്രം വരുന്നില്ല, അതൊരു നാടകം വരുന്നില്ല ബോച്ചെ. ബോച്ച അതൊരു നാടകം വരുന്നില്ലേ? അതൊരു നാടകം വരുന്നില്ലേ? അതൊരു നാടകം ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. എന്തായാലും കാണുന്നത് പോലെ തന്നെ ജയിലിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് സാധാരണ. ഇന്നലെ അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല, പക്ഷേ ഇന്ന് അതിവേഗത്തിൽ കോടതി നടപടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ ഇവിടെ നിന്നും സ്വാഭാവികമായിട്ട് റോഡ് വിട്ടിട്ടാണ്. ദീപാവലി വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിലല്ലേ പൊട്ടിക്കുന്നത്, ഇത് ഇത്രയും മാറിയിട്ടല്ലേ വരുന്നത്. ഇത് വലിയ അമട്ടുമല്ല, നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓലപ്പട കൊടുക്കുന്നത്. ഇന്നലെ പോലീസ് പൊട്ടിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല. ആരാണ് നാടകം കളിച്ചത്? ഞങ്ങൾ നാടകം കളിക്കുന്നത് പോലീസാ, നമ്മളല്ല. ഞങ്ങൾക്ക് സമയം തരും. ജയിൽ അവിടെയല്ലേ, ഞങ്ങൾ എന്തോരം മാറിയാണ് ജയിൽ. ഞങ്ങൾ ആയിക്കോട്ടെ, ഞങ്ങളെ പ്രസിഡന്റ് ഇതേ ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഈ മാനപ്പെട്ട ദീപാവലിക്ക് വലിയ മടക്കം കേസെടുത്തോ, തീ കൊളുത്തലോ. പടക്കം പൊട്ടിക്കാൻ
സാറേ ഞങ്ങൾ എന്തുകൊണ്ടാണ് സാറേ ഇത് ചെറിയ ഓലപ്പട ഇതാ ചൈനീസ് പടക്കമാണ് ഇതിനായിട്ട് വലിയ ബോംബൊന്നും അല്ല ഇത് ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു സാറമ്മയുടെ കോറിക്കാരെ വലിയ ബോംബ് പൊട്ടിക്കുന്നു അതുപോലെ ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നു നടു റോഡില് ഞങ്ങളെ ഒരു ഇത്രയും മാറി ആർക്കും ശല്യം ഇല്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ് അതും പാവം ബോബിച്ചമ്മണ്ണൂരിന് വേണ്ടി ഞങ്ങളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസ്താവന നടത്തിയതാണ് മാലയിട്ട പടക്കം പൊട്ടി സ്വീകരിക്കുന്നത് ഇനി തൃശ്ശൂരുമായി ഞങ്ങൾ മാലയിടും അപ്പൊ പടക്കം പൊട്ടിച്ചിട്ട് പോവുക തൃശ്ശൂര് മാലയിടാൻ പോവുക ഞങ്ങൾ എന്താ പോലീസ് അനുമതി ഇല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും ഇത് പോലീസ് ഒന്നും അല്ല ഇതിൽ ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങളെ പൊട്ടിക്കും കോച്ച ജയിലിൽ ഇറങ്ങിയ സന്തോഷം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കും അതെന്തായാലും കള്ളക്കേസിൽ പുരുഷന്മാരെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് കള്ളക്കേസിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒരുപാട് രാജപോക്ഷ കേസിൽപ്പെട്ടു അതിനെതിരെയുള്ള ഞങ്ങള് ഏറ്റവും വലിയ അതിശക്തമായ പ്രതിഷേധമാണിത് അതിലും വലിയ അധിക്ഷേപം നടത്തിയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഇവിടെ ഇല്ലേ MM മണി എന്തുമാത്രം അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ഏതാ ബോബിച്ചമ്മണൂർ തെറ്റ് ചെയ്തിട്ടുണ്ടോ പക്ഷെ അദ്ദേഹം വേറെ ഒരു കുന്തിദേവി വിളിച്ചതിനല്ലേ പിന്നെ 4 ഞാൻ ചോദിച്ചോട്ടെ 4 മാസം ഈ ഹണി റോസ് എവിടെയായിരുന്നു അല്ല പടക്കം പൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാ പൊട്ടിച്ചോളെ ഈ പോലീസുകാരെ തന്നെ പറഞ്ഞ ഇന്നലെ നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങളുടെ ഓഫീസറെ തന്നെ വെളി പൊട്ടിച്ചോളാൻ പറഞ്ഞ നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങൾ പൊട്ടിക്കില്ല പൊട്ടിക്കണ്ടെന്നാ പറയുന്നത് ഞങ്ങളെ പൊട്ടിച്ചിരിക്കും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും പോലീസുകാരെ അറസ്റ്റ് ചെയ്യും പോലീസുകാരെ അറസ്റ്റ് ചെയ്യും നശിപ്പിക്കല്ലേ ഞങ്ങളെ വാങ്ങിക്കാൻ പറ്റും തടയുവാണ് ഇത് കടുത്ത അനീതിയാണ് തൃശ്ശൂര് കൊണ്ടിട്ടിരിക്കും ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കും പടക്കം പൊട്ടിച്ചിരിക്കും ഞങ്ങളെ പൊട്ടിക്കും വേറെ ഉണ്ട് ഒന്ന് പോയ 50 എണ്ണം പൊട്ടിക്കുകയാണ് 50 എണ്ണം ഉറപ്പിച്ചു ഞങ്ങൾ തീരുമാനിച്ചു ജയിലിൽ പോകാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക അവര് ഇന്നലെ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞ ഞങ്ങളോട് ഇതാണെങ്കിൽ എല്ലാ പടക്കങ്ങളും നിരോധിക്കണം ഇവിടെ ദീപാവലിക്ക് നട റോഡിൽ ഗുണ്ട് പൊട്ടിക്കുന്നു ഒരു ചൈനീസ് പടക്കം ചെറിയ പടക്കം അല്ല അപ്പൊ എന്തായാലും വേറെ പടക്കം മേടിക്കാൻ വിട്ടിട്ടുണ്ടോ വേറെ പടക്കം ഉണ്ട് നമ്മുടെ വേറെ പടക്കം ഉണ്ട് അത് വിളിച്ചു വെച്ചേക്കണേ തൃശ്ശൂർ കൊണ്ട് ഞങ്ങളെ ഇട്ട് സ്വീകരിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ പോവുകയാണ് പോവാണ് ഞങ്ങൾ വരാൻ ലേറ്റ് ആയതിന്റെ ഒരു ഇതാ എല്ലാവരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പടക്കവും പൊട്ടിച്ച് അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കിയതിപ്പോൾ അയാളെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് അയാൾ അകത്തിട്ടത് ഈ ജനങ്ങളെല്ലാം നിങ്ങളുടെ ന്യൂസ് കണ്ടിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ ന്യൂസ് നിങ്ങൾ ചെയ്യുന്ന ന്യൂസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്ന ഹണി റോസിനാണ് ബോച്ചയ്ക്ക് കേരളക്കാരെ മൊത്തം പിന്തുണ കൊടുത്തിരിക്കുകയാണ് അതെല്ലാം മനസ്സിലാക്കണം 80% ആൾക്കാർക്കും ബോച്ചയ്ക്ക് അനുകൂലമാണ് 80% ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾക്കാരുടെ മെൻസ് അസോസിയേഷൻ വാക്ക് പാലിച്ചിരിക്കും ഇന്ന് വരെ വാക്ക് പാലിച്ചിട്ടുണ്ട് കള്ള വ്യാജ പോക്സോ കേസിലും കള്ളക്കേസിലും പെണ്ണുങ്ങളെ പുരുഷന്മാരെ അകത്തിടുന്നതിന് ഞങ്ങൾ ശക്തമായ നിലയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ, അദ്ദേഹം പ്രസിഡന്റാണ്. ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ ഞങ്ങൾ നടത്തിയിരിക്കും. അത് ഈമോൻ തല്ലൂരയ്ക്ക് കള്ളക്കേസ് 160 ദിവസം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ പറ്റൂ. ഈ ലോകത്തിന് മുൻപിൽ ആരാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതിന് ഇരയാക്കപ്പെട്ട ആളാണെങ്കിലും ഇവരെല്ലാവരും സത്യം തുറന്നു പറയണം. ഒരു രഹസ്യമൊഴി എന്ന് പറയുന്നത്
എന്താണെന്ന് കോടതി തുറന്നു പറയട്ടെ. തുറന്നു പറഞ്ഞേ പറ്റൂ. രഹസ്യമൊഴിയിൽ എന്താണ് കളവ് പറഞ്ഞിരിക്കുന്നത് തുറന്നു പറയണം. സമൂഹത്തിന് മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കണം. എന്താണ് ഈ കേസിൽ നടക്കുന്ന സത്യവും അസത്യവും എന്താണെന്ന് അറിയണം. എല്ലാവർക്കും അറിയണം. ഇതുവരെ ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. ജനങ്ങൾ ഇവിടെ അറിയണം. എല്ലാ ജനങ്ങളും അറിയണം. അതെന്തായാലും അറിയണമല്ലോ. നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണേ. ഈ കള്ളക്കഥകളും കള്ളക്കേസുകളും അറസ്റ്റ് ചെയ്യാം. ഒന്നും അറിയണ്ട, അന്വേഷിക്കേണ്ട, അറസ്റ്റ് ചെയ്യാം. ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കുക, അത് തന്നെയല്ല പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. ജയിലിന് മുന്നിലാണ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. എവിടെയാണെങ്കിൽ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ പോലീസ് അല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ. കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ. അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. നാളെ വേറൊരാൾ പടക്കം ഞത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. നിലവിലെ അവസ്ഥയിൽ കേസെടുക്കാൻ പറ്റും. അത് നമുക്ക് പിന്നീട് നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും. അത് തന്നെയാണ് എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല, ആർക്കും ഒരു പ്രശ്നമല്ല. അത് ഈ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളെയാ. ഈ പറഞ്ഞ മൊത്തം പെണ്ണുങ്ങൾ ഇവിടെ വന്നിരുന്ന പെണ്ണുങ്ങളല്ലേ. അവർക്ക് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, മക്കളും ഉണ്ട്, എല്ലാരും കാണുന്നുണ്ട്. അവരെ ചേർത്ത് വെച്ച ഓരോരുത്തന്മാർ അവിടെ ഇരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കണ്ട. ബോബി ചെമ്മണ്ണൂർ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ ആ കാഴ്ചയിലാണ് അത് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പം, മനസ്സിലായില്ലേ? അല്ലാതെ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. അദ്ദേഹം ഒരു ഏത്തക്കാപ്പ് എടുത്ത് വെച്ചാൽ അതിനും കമന്റ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാ, മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുള്ള ദുഷിപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്ന കമന്റ് അടിക്കുന്ന നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകളുടെ ദുഷിപ്പ്, ആ ദുഷിപ്പൊന്നും അദ്ദേഹത്തെ ഒരു ചെറിയ ഒരു ഇല പോലും അനക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു മുടിനാര് പോലും അനക്കത്തില്ല. കാരണം എന്താ അറിയോ? ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. അതൊന്നും ആർക്കും തകർക്കാൻ പറ്റത്തില്ല, മനസ്സിലായിക്കോളൂ. കേസ് ഒറ്റ ദിവസം കൊണ്ട് എത്ര കോടി രൂപ പ്രതികരിക്കാൻ പറ്റുന്നതാണ്ടേ, പ്രതികരിക്കാൻ പറ്റുന്ന ഇവരെതിരെ പ്രതികരിക്കും. അവിടെ വന്നില്ല പെണ്ണുങ്ങളെല്ലാം ചേർത്ത് വിളിക്കും നോയന്തുകളൊന്നും. ഇരുപത് കൊല്ലത്തിന് മുമ്പും ഈ പറയുന്ന വിടുവായത്തൊക്കെ ഉണ്ട്. ചെറുപ്പം മുതലുള്ള ചെറിയ ചെറിയ തെറ്റുകളാണ് വായിൽ നിന്ന് അബദ്ധങ്ങൾ വരുന്നത്. അല്ലാതെ ആ ഒരു മനുഷ്യൻ ഈ ഒരു സ്ത്രീയെയോ സ്ത്രീകളെയോ നോക്കി അവരെ വേറൊരു ചേഷ്ടകളാലും വേറൊരു കണ്ണുകളാലും വെച്ചൊന്നുമല്ല. നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന് പറയുന്നുണ്ട്. തന്നെയാണ്. അതിന്റെ പേര് എന്ത് വിഷയം വന്നാലും ഞങ്ങൾ സംഘടന നേരിടും. മടി കനമുള്ളതേ ഉള്ളൂ, പേടി കൊള്ളൂ. നമുക്ക് കനവില്ല, നമുക്ക് പേടിയില്ല. അങ്ങനെ അവരിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയി. ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ഉണ്ട്, ആരും പോയിട്ടൊന്നുമില്ല. സാർ ഇവിടെ തന്നെ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ നിൽക്കാൻ പറയണോ സാർ? അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. നടപടി നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലേ നടപടി. ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, അവരിവിടെ വന്ന് നിന്നു, ഞങ്ങൾ പറഞ്ഞപ്പോൾ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അവര് പോവുകയാണ്. പിന്നെന്താ അവര് പോവുകയാണ്, അവര് നമ്മളെ അനുസരിക്കുന്നു, നിയമം അനുസരിക്കുന്നു. ഞങ്ങളെ ഇന്നലെ പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് വീണ്ടും അവർ വാച്ച് കയറ്റിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഏതാ അങ്ങനെ പേടിച്ചിട്ടല്ല, അങ്ങനെ ഞങ്ങൾക്ക് ഭയവും ഇല്ല. കേസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളായില്ല. അയാളൊന്ന് അറസ്റ്റ് ചെയ്താൽ മതി. അനീതിക്കെതിരെ ഞങ്ങളുടെ മെൻസ് അസോസിയേഷൻ എന്നും പുരുഷന്മാർക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ കുട്ടിക്ക് എന്നുള്ള കാര്യം തന്നെ എല്ലാ കേസും ഞങ്ങൾ ഏറ്റെടുക്കും.
അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.